നമസ്കാരം. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെയുള്ള KSU ആക്രമണത്തിന് പിന്നിൽ മോഹൻലാലും പിണറായി വിജയനും തമ്മിൽ നടത്തിയ അഭിമുഖത്തിന്റെ ടീസറാണ്. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിമുഖം ചെയ്യുന്ന കണ്ടും മിണ്ടിയും ഇരുവർ എന്ന പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ ടീസർ വലിയ ട്രെൻഡായി മാറിയതിനു പിന്നാലെയാണ്, അത് വൈറലായതിനു പിന്നാലെയാണ് അഭിമുഖത്തിന്റെ മുഴുവൻ ഭാഗം 26-ന് പുറത്തിറങ്ങാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഹൈപ്പായ ആ ടീസറിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ KSUവിന് കൊടുത്ത കൊട്ടേഷൻ വക മന്ത്രിക്കെതിരെ ആക്രമണം അരങ്ങേറിയത്. ഇതിന് പിന്നിൽ ഒരു KPCCയുടെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ പ്രശ്നം ആളിക്കത്തിച്ച് നാട്ടിൽ കലാപം ഉണ്ടാക്കി അഭിമുഖം പുറത്തിറങ്ങുന്ന ദിവസം എല്ലാ ചർച്ചകളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് UDFന്റെ ശ്രമം. പിണറായി സർക്കാരിന്റെ വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടാൽ UDF ഇനിയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് സതീശനും സംഘത്തിനും നന്നായി അറിയാം. മോഹൻലാൽ ഉമ്മൻചാണ്ടിയെ അഭിമുഖം ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിണറായി വിജയന്റെ ടീസറിന് അടുത്തുപോലും പക്ഷേ അത് എത്തിയില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ജയ്ഹിന്ദ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അഭിമുഖം ഒരു പട്ടിക്കുറുക്കം പോലും കണ്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം പുറത്തിറങ്ങിയാൽ സോഷ്യൽ മീഡിയ ഭരിക്കുക ഇനി അതാകുമെന്ന് കനഗൂരുവിന് നന്നായി അറിയാം. നിയമസഭാ ഇലക്ഷൻ ഒരു മാസം മാത്രം അവശേഷിക്കെ വികസനങ്ങൾ വ്യാജ വിവാദങ്ങൾ കൊണ്ട് മൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDF ശ്രമം നടത്തുന്നത്. വീണ ജോർജിന്റെ അപകടത്തെ കളിയാക്കി UDF നേതാക്കൾ, UDF സൈബർ സംഘങ്ങൾ ഞങ്ങൾക്ക് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ഉമാ തോമസിന്റെ അപകടമാണ്. ആ വിഷയത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടാണ്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ഉമാ തോമസ് MLAക്കുണ്ടായ അപകടം വളരെ ഗൗരവകരമായിരുന്നു. 2024 ഡിസംബർ 29 വൈകുന്നേരമാണ് ഈ സംഭവം നടന്നത്. സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗനാഥം എന്ന മെഗാ ഭരതനാട്യം നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു MLA. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ 12,000-ഓളം നർത്തകർ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സ്റ്റേഡിയത്തിൽ അതിഥികൾക്കായി താൽക്കാലികമായി സജ്ജീകരിച്ചിരുന്ന VIP ഗാലറിയിൽ ഏകദേശം ഒരു 15-20 അടി ഉയരം വരും. അതിൽ നിന്നാണ് ഉമാ തോമസ് താഴേക്ക് വീഴുന്നത്. ഗാലറിയുടെ അറ്റത്തുള്ള സീറ്റിലേക്ക് നീങ്ങുന്നതിനിടെ ബാലൻസ് തെറ്റുകയും അവിടെ സുരക്ഷയ്ക്കായി കെട്ടിയിരുന്ന റിബൺ ബാരിക്കേഡിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തകരുകയും ചെയ്തതാണ് വീഴ്ചയ്ക്ക് കാരണമായത്. താഴെയുള്ള കോൺക്രീറ്റ് തറയിലേക്ക് തലയിടിച്ച് വീണ ഉമാ തോമസിന് ഗുരുതരമായ പരിക്കാണ് ഏറ്റത്. വിവരമറിഞ്ഞ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉമാ തോമസിന് മികച്ച ചികിത്സ ഉറപ്പാക്കി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് ഏകോപിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഡോക്ടർമാരുമായി നിരന്തരം ഇടപെട്ട് വിവരങ്ങൾ തിരക്കി അന്വേഷിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകി മന്ത്രിയും മുഖ്യമന്ത്രിയും അങ്ങനെ ഇടതുപക്ഷത്തിന്റെ എല്ലാ നേതാക്കളും ഉമാ തോമസിനെ കാണാനെത്തിയതും ഒപ്പം ഉമാ തോമസിനൊപ്പം നിന്നതും ആ കുടുംബത്തിനൊപ്പം നിന്നതും ഒന്നും നമ്മൾ മറന്നിട്ടില്ല. ഇടത് സൈബർ സഖാക്കൾ പൂർവാധികം ശക്തി പ്രാപിച്ചു ഉമാ തോമസ് തിരികെ വരട്ടെ എന്നാണ് പോസ്റ്റ് ഇട്ടത്. പലരും പ്രാർത്ഥിച്ചു. ഒരു സഖാവും ഇതൊരു ഡ്രാമയാണെന്നും ഉമാ തോമസ് മികച്ച നടിയാണെന്നും ഒന്നും പോസ്റ്റ് ഇട്ട് നമ്മൾ എങ്ങും കണ്ടില്ല. അതൊരു സംസ്കാരമാണ്. ആ വിഷയത്തിൽ സതീശനടക്കം പക്ഷേ ഉമാ തോമസിന്റെ അപകടത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഉമാ തോമസ് കോൺഗ്രസ്സുകാരി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒരു അശ്ലീല മങ്കൂട്ടവും യൂത്തന്മാരും ആ അപകടത്തിൽ AI ചിത്രങ്ങൾ പ്രചരിപ്പിച്ചില്ല. ട്രോൾ ഇറക്കി അപകടത്തെ കളിയാക്കിയില്ല. സൈബർ ലിഞ്ചിങ് നടത്തിയില്ല. എന്നാൽ വീണ ജോർജ് KSU ആക്രമണത്തിൽ പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോൾ പരിക്ക് പറ്റി കിടക്കുന്ന ആൾക്കെതിരെ ഇതൊക്കെ ചെയ്യാൻ ഇവർ മറന്നില്ല എന്നുള്ളതാണ്. കാരണം വീണ ജോർജ് ഒരു സഖാവാണ്. പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിന് നേരെ KSU അഴിച്ചുവിട്ട ആക്രമണത്തിൽ പരിക്കേറ്റ വീണ ജോർജ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനെത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തു വെച്ചാണ് പ്രതിഷേധത്തിന്റെ പേരിൽ മന്ത്രിക്ക് നേരെ KSU ഗൂണ്ടകൾ ഇരച്ചെത്തിയത്. ആ ആക്രമണത്തിൽ മന്ത്രിക്ക് കഴുത്തിനും കൈക്കും പരിക്കേറ്റു. പിന്നാലെ വീണ ജോർജിന്റേത് മോണോ ആക്ട് ആണ്, മികച്ച നടിക്കുള്ള പുരസ്കാരം വീണയ്ക്ക് കൊടുക്കണം എന്ന് തുടങ്ങി AI ചിത്രം വരെ പ്രചരിപ്പിച്ച കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളെ നമുക്കറിയാം. മന്ത്രി വീണ ജോർജിനെതിരെ സൈബർ ആക്രമണവും ഗൂണ്ടായിസവും നടത്തുന്നവരിൽ ലൈംഗിക ശേഷി പരിശോധന കഴിഞ്ഞെത്തിയ രാഹുൽ മാങ്കൂട്ടം വരെയുണ്ട് എന്നുള്ളതാണ് ഏറെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം. ഇതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. KSU ആക്രമികളെ പോലീസ് തൂക്കി അകത്തിട്ട് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോഴും സതീശൻ അക്രമികളെ ന്യായീകരിക്കുന്ന തിരക്കിലാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ഈ ഒരു ഭാഗം ഒന്ന് കാണാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസം മാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സതീശന്റെ പ്രതികരണം കേട്ടാൽ തോന്നും മന്ത്രിയെ ആക്രമിച്ചത് പോലീസാണെന്ന്. നമ്മൾ ഇതിനോടകം തന്നെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു. വീണ ജോർജിനെ ആക്രമിക്കാൻ എത്തുന്ന KSU നേതാക്കൾ പോലീസ് വലയം ഭേദിച്ച് മന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ. ജനാധിപത്യപരമായി സമരം ചെയ്യാനും കരിങ്കൊടി കാണിക്കാനുമുള്ള അവകാശം എല്ലാ പാർട്ടിക്കും ഉണ്ട്.
അത് നിഷേധിക്കുന്നില്ല. പക്ഷേ ആക്രമണം അഴിച്ചുവിട്ട് ഒരാളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് സമരമാണ് എന്ന് പറഞ്ഞു നടത്തുന്ന ആക്രമണങ്ങളെ സമരമെന്ന് വിളിക്കാൻ കഴിയില്ല. സതീശൻ ഇവിടെ നടത്തുന്നത് ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കലാണ്. കനകോലുവിന്റെ PR തന്ത്രങ്ങൾ ഓരോ ദിവസവും തകർന്ന് തരിപ്പണമാകുമ്പോൾ ഇനി രക്ഷയില്ല എന്ന് കണ്ട UDF നാട്ടിൽ മനഃപൂർവ്വം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന തന്ത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് UDF പയറ്റുന്നത്. പ്രവർത്തകരിൽ കോൺഗ്രസ് വികാരം ആളിക്കത്തിക്കാൻ സ്വന്തം ഓഫീസുകൾക്ക് തീയിട്ട് അതൊക്കെ സഖാക്കളുടെ തലയിൽ വെച്ച് കെട്ടി പിടിച്ചു കെട്ടാൻ കഴിയാത്ത കലാപത്തിലേക്ക് കോൺഗ്രസ് ഈ പ്രശ്നത്തെ കൊണ്ടുപോയി എത്തിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന് ഇപ്പോൾ കാണുന്ന ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നാടകം കളിക്കാനും നാട്ടിൽ സംഘർഷം ഉണ്ടാക്കാനും നാട് കുട്ടിച്ചോറാക്കാനും കോൺഗ്രസിനുള്ള അത്ര കഴിവ് വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കും കാണില്ല എന്നുള്ളത് ഒരു ചരിത്രമാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ്. സ്വന്തം പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആക്രമികളാക്കി മാറ്റുകയാണ് സതീശനും KC വേണുഗോപാലും മുരളീധരനും ഒക്കെ അടങ്ങുന്ന സംഘം. ഉത്തരേന്ത്യൻ രാഷ്ട്രീയം പയറ്റി കേരളം പിടിക്കാനാണ് ഇവരുടെ നീക്കം. ഏത് മുഖേനയും അധികാരം പിടിക്കുക, അതുമാത്രമാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഇടത് നേതാക്കളെ ആക്രമിക്കാനും ഇടത് വികാരം വ്രണപ്പെടുത്തി കോൺഗ്രസ് ചാവേറുകളെ ഇറക്കി നാട്ടിലെ ക്രമസമാധാന നില തകർക്കാനുമാണ് ഇവിടെ നീക്കം നടത്തുന്നതെന്നാണ് വീണ ജോർജിന്റെ വിഷയത്തിലെ ഇവരുടെയൊക്കെ ഇടപെടലുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണിനു പകരം കണ്ണ് എന്നത് ലോകത്തെ മുഴുവൻ അന്ധതയിലേക്ക് മാത്രമേ നയിക്കൂ എന്ന മഹാത്മാഗാന്ധിയുടെ വാക്ക് ഇവിടെ പറഞ്ഞു വെക്കട്ടെ. ഇനി എന്തുകൊണ്ട് വീണ ജോർജിനെ UDF ടാർഗറ്റ് ചെയ്യുന്നു? എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. വേറെ മന്ത്രിമാരൊക്കെ എന്താണ് ടാർഗറ്റ് ചെയ്യാത്തത്? ഇപ്പൊ ഈ പെട്ടെന്ന് ഈ അവസാന നിമിഷത്തിൽ ഇലക്ഷന് കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക എന്താണ് വീണ ജോർജിനെ ഇങ്ങനെ ആക്രമിക്കുന്നതെന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. അതുകൂടി പറയാം. കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ആധുനികവൽക്കരിക്കുന്നതിലും എല്ലാവർക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ ഉറപ്പാക്കുന്നതിലും രണ്ടാം പിണറായി സർക്കാർ വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ആർദ്രം മിഷൻ രണ്ടാം ഘട്ടത്തിലൂടെ ആരോഗ്യ വകുപ്പ് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ, അതായത് PHCയെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി, അതായത് FHC ആക്കിയിട്ട് ഉയർത്തി. ഏകദേശം 740ഓളം കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെ ആധുനിക സൗകര്യങ്ങളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. കിഫ്ബി വഴി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിനോടകം തന്നെ നടപ്പിലാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം RCCയിൽ 14 നിലയുള്ള പുതിയ കെട്ടിടം, കോഴിക്കോട് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട്, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി കേരളം മാറിയ കാഴ്ച, കഴിഞ്ഞ 4 വർഷത്തിനിടെ 30 ലക്ഷത്തോളം പേർക്കായി 7000 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകിയിരിക്കുന്നു. നിർധനരായിട്ടുള്ള രോഗികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കി. സർക്കാർ ആശുപത്രികളിൽ അത്യാവശ്യ മരുന്നുകളും ലാബ് പരിശോധനകളും പൂർണ്ണമായും സൗജന്യമാക്കി. ഗർഭാശയമുഖ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായി പെൺകുട്ടികൾക്കായി സംസ്ഥാന തലത്തിൽ HPV വാക്സിനേഷൻ പദ്ധതി ആരംഭിച്ചു. ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനായി വീടുകൾ കേന്ദ്രീകരിച്ച് സ്ക്രീനിംഗ് നടത്താനുള്ള പദ്ധതി ആവിഷ്കരിച്ചു. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം സമന്വയിച്ചുകൊണ്ടുള്ള വൺ ഹെൽത്ത് സമീപനം നടപ്പിലാക്കി. അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. നീതി ആയോഗിന്റെ സൂചികയിൽ, ആരോഗ്യ സൂചികയിൽ കേരളം തുടർച്ചയായി 1ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നു. ആരോഗ്യ മന്ദൻ പുരസ്കാരം ആരോഗ്യ സേവന മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പുരസ്കാരമാണ്. ആ പുരസ്കാരം കേരളത്തെ തേടിയെത്തി. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ മാതൃമരണ നിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറി. കേരളത്തെ മാറ്റി എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെ പോകുന്നു ആരോഗ്യ രംഗത്തെ വീണ ജോർജിന്റെ നേട്ടങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാടുണ്ട്. അപ്പൊ പിന്നെ UDF റീത്ത് വെച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇനി നിങ്ങൾ പറ, UDF കാലത്ത് എന്തായിരുന്നു അവസ്ഥ? ആശുപത്രികളുടെ ശോചിയാവസ്ഥ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വൈകുന്നേരങ്ങളിൽ പ്രവർത്തിച്ചിരുന്നില്ല. രോഗികൾക്ക് പ്രാഥമിക ചികിത്സ പോലും ദൂരെയുള്ള സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വന്ന ഒരു കാലഘട്ടമായിരുന്നില്ലേ അത്? സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും അത്യാധുനിക ഉപകരണങ്ങളുടെയും സ്കാനിംഗ് സൗകര്യങ്ങളുടെയും ഒക്കെ അഭാവം ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നില്ലേ അത്? പല പ്രധാന ഉപകരണങ്ങളും അറ്റകുറ്റപ്പണി പോലും നടത്താതെ നശിപ്പിച്ചു കളഞ്ഞ കാലഘട്ടം അത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നമ്മൾ കണ്ടില്ലേ? പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് പകരം സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കും ആശുപത്രികൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സർക്കാരായിരുന്നു UDF സർക്കാർ. സർക്കാർ മേഖലകളിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞു കിടന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. 2011-16 കാലയളവിൽ കേരളത്തിൽ പകർച്ചവ്യാധികൾ പകർന്നു പിടിച്ചപ്പോൾ അത് നിയന്ത്രിക്കുന്നതിൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പരാജയപ്പെട്ട കാഴ്ചയും നമ്മൾ കണ്ടു. കൃത്യസമയത്ത് എല്ലാം ഏകോപിപ്പിക്കുന്നതിൽ വന്ന പാളിച്ചകൾ മരണനിരക്ക് വർദ്ധിപ്പിച്ചതും നമ്മൾ കണ്ടു. എന്നാൽ പിണറായി സർക്കാർ കോവിഡ്, നിപ്പ തുടങ്ങിയ വൈറസുകളെ നിയന്ത്രിക്കുന്നതിൽ ലോകത്തിന് തന്നെ മാതൃകയായി. UDFന്റെ ഭരണകാലത്ത് ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജ് എന്ന പ്രഖ്യാപനം നടത്തിയെങ്കിലും ആവശ്യമായ തസ്തികകളോ കെട്ടിടങ്ങളോ ഇല്ലാതെ തട്ടിക്കൂട്ട് സംവിധാനങ്ങളോടെയാണ് പലയിടത്തും ക്ലാസുകൾ ആരംഭിച്ചത്. ഇത് മെഡിക്കൽ കൗൺസിലിംഗിന്റെ അംഗീകാരം നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാക്കി. എന്തിനു പറയുന്നു? അഴിമതിയായിരുന്നു സാറേ
ഇവരുടെ മെയിൻ. അതായിരുന്നു സാറേ ഇവരുടെ മുഖമുദ്ര. ആരോഗ്യമൊക്കെ പിന്നെ എന്നതായിരുന്നു UDFന്റെ കാഴ്ചപ്പാട്. അപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് വലിയ സംഭാവന നൽകുന്ന, പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ ദാ ഇങ്ങനെ ഭരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? റീത്ത് വെക്കണ്ടേ? അവരെ ആക്രമിക്കണ്ടേ? അവരെ കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തണ്ടേ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതല്ലേ? എന്തായാലും ജനമെല്ലാം കണ്ണു തുറന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.